നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ബ്രസീലിലെ പ്രസിഡന്റ് മോദിക്ക് വേണ്ടി ഗംഭീരമായ അത്തായം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ബ്രിക്സിൽ ശക്തരായ 3 രാജ്യങ്ങളാണ്, അതായത് ഇന്ത്യയും റഷ്യയും ചൈനയും. അതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ബ്രിക്സിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ ശക്തരായ ത്രിമൂർത്തികളായ റഷ്യയും ചൈനയും ഇന്ത്യയുമാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ചൈനയും റഷ്യയും പങ്കെടുക്കുന്നില്ല എങ്കിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സുവർണ അവസരം കൂടിയാണിത്. ബ്രസീൽ എന്ന രാജ്യം ബ്രിക്സിന്റെ ആതിഥേയം വഹിക്കുകയും കൂടാതെ സ്വാഭാവികമായിട്ട് ബ്രസീലിന്റെ ആഗ്രഹം ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാർ എത്തണമെന്നതാണ് ബ്രസീലിന്റെ ആഗ്രഹം. സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യത്തിന്റെയും ആഗ്രഹം ഇത് തന്നെയായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിമാരാണ് അത്തരത്തിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. നിലവിൽ മോദി പോകുന്നുണ്ട്, എന്നാൽ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് റഷ്യൻ പ്രസിഡന്റ് കൂടാതെ ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പുടിന് പറയാൻ ഒരു കാരണമുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും റഷ്യ യുക്രൈൻ യുദ്ധത്തിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പുടിന് റഷ്യയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല എന്നത് പുടിന് വേണമെങ്കിൽ ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ വരാത്തതിൻ്റെ ഒരു കാരണമായിട്ട് അവിടെ ഉയർത്താവുന്നതാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ യാത്രകൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ തമ്മിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ റഷ്യയുടെ തലവനെന്ന നിലയിൽ വ്ളാദിമിർ പുടിന് റഷ്യയിൽ തന്നെ ഉണ്ടാവണമെന്നത് അത്യന്തം ആവശ്യകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ഒരു എക്സംഷൻ ഇതിലുണ്ട്. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. ചില അടുത്ത വ്യക്തികൾ പറയുന്നത് ചൈനീസ് പ്രസിഡന്റ് മാറി നിൽക്കുന്നതായിട്ടാണ് എല്ലാവരും പറയുന്നത്. കാരണം മോദി പങ്കെടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മോദിയെ ഭയമാണ്. കൂടാതെ മോദിയുടെ പ്രശസ്തിയിൽ ചൈനീസ് തലവന് നല്ല അസൂയ ഉണ്ടെന്നാണ് ഈ ചൈനീസ് പ്രസിഡന്റുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മോദി ബ്രസീലിലെത്തുമ്പോൾ മോദിയെ വരവേൽക്കുന്ന രീതിയിലെല്ലാം കണ്ട് ചൈനീസ് തലവൻ്റെ സമിതി തന്നെ തെറ്റുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചൈനീസ് പ്രസിഡന്റിന് ഒരു അസൂയ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കൂടാതെ ഷി ജിൻപിങ്ങും എന്തെങ്കിലും പറഞ്ഞാൽ ആരും ഒരു മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷേ മോദി ആണെങ്കിൽ അവിടെ ചെന്നിട്ട് മേരെ പ്യാര ദേശവാസിയം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കയ്യടിയും ഒരു ബഹളവുമാണ്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ മോദിയുടെ ഒരൊറ്റ വാക്കിൽ ബ്രിക്സിൽ ചെല്ലുമ്പോൾ ബ്രസീലിലെ ജനങ്ങൾ തന്നെ മോദിയെ അതായത് മോദിക്ക് വലിയൊരു സ്വീകാര്യത കൊടുക്കുമ്പോൾ ചൈനീസ് തലവന് അവിടെ അവരുടെ സ്വീകാര്യത ഇടിഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന് ഒരു നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ മോദി എല്ലായിടത്തും ശോഭിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന് തന്നെ വലിയ ഒരു അസൂയയും ഒരു കുശുമ്പും വരുന്നുണ്ട് എന്നതാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഷി ജിൻപിങ് ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഈ റഷ്യൻ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചൈനീസ് തലവൻ കൂടെ ഉണ്ടാവാറുള്ളൂ. അതായത് റഷ്യൻ പ്രസിഡന്റ് വാലും പിടിച്ചുകൊണ്ടാണ് ഈ ഷി ജിൻപിങ് ഉൾപ്പെടെ നടക്കുന്നത്. എന്നാൽ മോദി ഒറ്റയ്ക്ക് തന്നെ നെഞ്ചും വിരിച്ച് നടക്കുന്നൊരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ചൈനീസ് പ്രസിഡന്റിന് എല്ലായിടത്തും ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കാനാണ് പുള്ളിക്കാരന് കൂടുതലായിട്ട് ഇഷ്ടം. കൂടാതെ ബ്രസീൽ പോകുന്ന വഴി ഖാനയിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യതയും നരേന്ദ്രമോദി നടത്തുന്നുണ്ട് എന്നും മോദിയുമായി ബന്ധപ്പെട്ട, അതായത് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട അടുത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളും പറയുന്നത്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.